ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സജയകുമാർ ഉണ്ട്. ശ്രീ കെ സജയകുമാർ, ദാരുണമായ സംഭവം, വളരെ ദുഃഖകരം. ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായെന്നത് ഈ അപകട സംബന്ധിച്ച് എന്താണ് താങ്കൾക്ക് അറിയാവുന്ന വിവരങ്ങൾ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ മെമ്പറാണ്. ഞാൻ ആ സ്ഥലവാസിയാണ്. ഇത് ആര്യങ്കോട് പഞ്ചായത്തിലെ കാവല്ലൂർ എന്ന് പറയുന്ന വാർഡ് പ്രദേശത്തുള്ള ബന്ധുക്കൾ ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. അവർ മൂന്നാറിലേക്കാണ് പോയത്. നെടുമങ്ങാട് വെച്ച് ഇരിഞ്ചയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. വാഹനം അമിത വേഗതയിലായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പൊ അതിലൊരു 60 വയസ്സ് പ്രായമുള്ള ഒരു ദാസരി എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടതായിട്ട് അറിയാം. നാട്ടിൽ നിന്ന് ഈ നെടുമങ്ങാട്ടേക്ക് ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട്. ആളുകളെല്ലാം ബന്ധുക്കളെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കുറെ ആളുകൾക്ക് നല്ല അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. എങ്ങനെയാണ് ഈ ബസ് മറിഞ്ഞതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയോ? ബസ് അമിത വേഗതയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വാർത്ത. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മീരയുണ്ട്, മീര മനോഹരനുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും. മീര, ഈ പരിക്കേറ്റ ആളുകളുടെ നില എങ്ങനെയാണ്? എത്ര പേർക്ക് സാരമായ പരിക്കുണ്ട്? എത്ര പേർ ആകെ മെഡിക്കൽ കോളേജിൽ ചികിത്സയുണ്ട്? നെടുമങ്ങാട് ആശുപത്രിയിൽ എത്ര പേർ ചികിത്സയിലുണ്ട്? അരുണ്യ, ഞാനിപ്പോൾ നിൽക്കുന്ന നെടുമങ്ങാട് ആശുപത്രിക്ക് മുന്നിലാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ നാലിൽ കുറവ് ആൾക്കാരാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ബാക്കിയുള്ളവരൊക്കെയും തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ പോകുന്നത്. ഈ അപകടത്തിൽ ഉൾപ്പെടെ കുട്ടികൾക്കുൾപ്പെടെ പരിക്കുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ഇവിടെ അപകടത്തിന് ഭാഗമായി എത്തിയിട്ടുള്ള ഷിജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ഇപ്രകാരം ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടതറിഞ്ഞാണ് ഒട്ടേറെ ആളുകൾ ഇവിടെ ഓടിയെത്തിയത്. അപ്പോൾ എന്നെ DYFIയുടെ സഖാക്കൾ വിളിച്ചു പറഞ്ഞതനുസരിച്ചേക്ക് ഇവിടെ വരുമ്പോഴാണ് നിരവധി പേരെ ഇവിടെ കൊണ്ടുവന്ന കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ വ്യത്യസ്ത സംഘടനകളുടെയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തകരും അതിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഒക്കെ ഇവിടെ വന്നു. ഒട്ടേറെ ആംബുലൻസുകൾ ഇവിടെ കൊണ്ടുവന്നു. 20-ലധികം പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രത്യേകിച്ചും വലിയ അപകടകരമായ സാഹചര്യമുള്ള ആളുകളെ ഇവിടെ പ്രാഥമികമായ ചികിത്സ കൊടുത്തവരെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയുണ്ടായി. പിന്നെ ചിലരെ ഇവിടെ തന്നെ ചികിത്സ ക്രമീകരിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെടുമങ്ങാട് പോലൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടം നടന്നതറിഞ്ഞ് ഒട്ടേറെ നല്ലവരായിട്ടുള്ള ആളുകൾ ഓടിയെത്തുകയും അവരൊക്കെ വരികയും ആംബുലൻസും നമ്മുടെ പോലീസ് സംവിധാനം, നമ്മുടെ ആശുപത്രിയിലെ ആളുകൾ അടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ അപകടത്തിൽ ഇവിടെ എത്തിയവരെ ഉടൻ അടിയന്തരമായിട്ട് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ആരുടെയും പിന്നെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ നെടുമങ്ങാട്ടെ ഈ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അവരെല്ലാവരും ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കണമെന്നാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്. സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് പോയ ആളുകൾക്കെല്ലാം അടിയന്തര ചികിത്സ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണവും ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കുടുംബ ടൂറ് പോയതായിട്ടുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ നിരവധി പേരുണ്ട്. വ്യത്യസ്ത പ്രായക്കാരായിട്ടുള്ളവരുണ്ട്, കുട്ടികളും മുതിർന്നവരും അടക്കം അതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു ദൂരയാത്രയ്ക്ക് മൂന്നാർ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്ഥിരീകരിച്ച് മറ്റ് കാര്യങ്ങൾ അറിയില്ല. എന്തായാലും അതോടൊപ്പം പിന്നെ പാറശാലയിലെ MLA യും കാട്ടാക്കടയിലെ അരുവിക്കര MLA മാരെ എല്ലാം ഈ വിവരങ്ങൾ ഞങ്ങൾ നേരിട്ട് തന്നെ അറിയിച്ചു. അവരുടെ കുടുംബങ്ങളെ എല്ലാം ആശ്വസിപ്പിക്കുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ ഒരു അപകടമാണ്. പ്രത്യേകിച്ച് ഇരിഞ്ചയം പോലൊരു സ്ഥലത്ത് ബസ് കീഴ്മേൽ മറിഞ്ഞു എന്നാണ് നമുക്ക് വിവരം. ബാക്കി ആധികാരികമായി നമുക്കറിയില്ല. എന്തായാലും നെടുമങ്ങാട്ടെ ഈ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു സുരക്ഷാ പ്രവർത്തനം, വ്യത്യസ്തരായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ക്രമീകരണം നമ്മുടെ നെടുമങ്ങാട് ആശുപത്രിയും ഇവിടുത്തെ സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിലവിൽ എത്ര ആൾക്കാരാണ് അപകടം? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ടൊരു 30-ലധികം പേർ ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ട് പരിക്ക് ഏൽക്കുകയുണ്ടായി. ഞങ്ങൾക്കൊന്നും മറ്റ് വിവരങ്ങളെല്ലാം പിന്നെ രേഖകളൊക്കെ നോക്കി അറിയാവും. എന്നാൽ പോലും 20-ലധികം പേരെ, 21ഓളം പേരെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. പിന്നെ കുറച്ച് പേര് ഇവിടെയും ചികിത്സയിലാണ്. പിന്നെ വെഞ്ഞാറമൂട് ആശുപത്രിയിലും ഒക്കെ പിന്നെ ചിലരെ ചികിത്സയ്ക്ക് കൊണ്ടുപോയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാട്ടാക്കടയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ബസ് ഇങ്ങനെ ഒരു ഇരിഞ്ചയം പോലൊരു
സ്ഥലത്ത് നമ്മുടെ അറിവിൽ ഇത്രയും വലിയൊരു അപകടമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ വഹിക്കുന്ന ബസ്സാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഇത്തരം ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ പിന്നെ പോലീസ് സംവിധാനവും ആശുപത്രി സംവിധാനവും എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായത്. നമ്മുടെ ഇവിടുത്തെ ആംബുലൻസിലെ വ്യത്യസ്ത സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആംബുലൻസുകളുണ്ട്, പിന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ യുവജന സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്, നേതാക്കന്മാരെല്ലാം ഉണ്ട്. നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ CS ശ്രീജ അടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് കൂടുതൽ പേർ അവിടെ നിന്ന് കഴിഞ്ഞ അപകടത്തിൽപ്പെട്ടവരെല്ലാം ഇവിടെ കൊണ്ടുവന്നെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. 49 പേരിൽ ഒരാൾ മാത്രമാണ് ഇപ്പം പിന്നെ കാഷ്വാലിറ്റിയായി ഇപ്പം മോർച്ചറിലേക്ക് മാറ്റിയിരിക്കുന്നത്. 61 വയസ്സുള്ള ദാസിനിയാണ് ഇപ്പം മരണപ്പെട്ടു എന്നറിയുന്നത്. ഇവർ കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ് പിന്നെ ഇവിടെ ഇരിഞ്ചിയത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. എന്തായിരുന്നാലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള പിന്നെ എല്ലാ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അപകടത്തെ കൈകാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ഒരാൾ മരിച്ചിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെ മെഡിക്കൽ കോളേജിലേക്കാണ് നീക്കിയുള്ളതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല ഈ അപകടത്തിൽ പെട്ടിട്ടുള്ള കുട്ടികളെ SIT ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായ വിവരങ്ങളും ഈ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് ബസ് മാറ്റാൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചതായി നമ്മൾ അറിയുന്നു. 10:20 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ നമുക്ക് 49 പേരാണ് ആ സമയത്ത് അപകടത്തിൽ പെട്ടതായി അറിഞ്ഞത്. അതിൽ തന്നെ അല്പം മുമ്പ് ഒരു സ്ത്രീ 60 വയസ്സുള്ള ദാസിനി എന്ന സ്ത്രീ മരിച്ച വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മീര തുടരുക. ഇപ്പോൾ മന്ത്രി GR അനിലിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ആ വാക്കുകളിലേക്ക്. ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അപകടകരമാവുന്ന അവസ്ഥ പറയാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അപകടം സ്ഥിരം സംഭവിക്കുന്ന ഏരിയയാണോ? സാർ, ഇപ്പോൾ എത്ര പേർക്കാണ് ഈ ഗുരുതരാവസ്ഥ എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിയും? ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് ആരും തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞില്ല. ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുടെ പ്രതികരണത്തിൽ കൂടി കേൾക്കാം. എന്താ സംഭവിച്ചെന്തായിരുന്നു? നമ്മുടെ ഏകദേശം വെമ്പായത്തൊന്നൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ നേരെ ആംബുലൻസുമായിട്ട് നേരെ പ്രദേശവാസികളുള്ള മുഴുവൻ ആംബുലൻസുകളെയും വിളിച്ചറിയിച്ചു. നമ്മൾ അതേപോലെ ആ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതേപോലെ ബസ് മറിഞ്ഞ് കിടക്കുകയാണ്. ആൾക്കാരെല്ലാം നല്ല പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്. അപ്പം വെമ്പായം സൈഡിലോട്ട് പോകുന്ന മുഴുവൻ വണ്ടികളും തടങ്ങിയിട്ടിട്ട് ബസ് മറിഞ്ഞ സ്ഥലത്തുള്ള മുഴുവൻ ഡീസലൊക്കെ അടിച്ച് കഴിയുന്ന രീതിയിലാണ് നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പോയി ആംബുലൻസിൽ തന്നെ മുഴുവൻ ആൾക്കാരെയും കയറ്റി ബാക്കിയുള്ള ആംബുലൻസിലും കയറ്റി നേരെ തിരുവനന്തപുരം ജില്ലാ ഹോസ്പിറ്റലിലോട്ട് പോയി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ടാണ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വിട്ടത്. നല്ല രീതിക്ക് പരിക്കുകളും ഗുരുതരമായിട്ടുള്ള പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്. നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ മുട്ട് നല്ല രീതിക്ക് കുഴിഞ്ഞു പോയായിരുന്നു. നല്ല രീതിക്ക് ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടുണ്ടോ? എങ്ങനെയാണ്? കുട്ടികളും അപകടത്തിൽപ്പെട്ടിട്ടുള്ളതുണ്ട്. കൈ ചെറുതായിട്ട് ഫ്രാക്ചർ ആയിട്ടുള്ള കുട്ടിയാണ് നമ്മുടെ കൂടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നേരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മരുന്നൊക്കെ വെച്ച് കിട്ടിക്കൊണ്ട്